ചേട്ടാ, തൃശ്ശൂർ ചാവക്കാട് വീട് പ്രസവത്തെ തുടർന്ന് കുഞ്ഞും അതുപോലെ തന്നെ അതേ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് ആ കുഞ്ഞിന്റെ മാതാവും മരണപ്പെട്ടിരുന്നു. ആ സ്ത്രീയുടെ ആദ്യത്തെ പ്രസവമല്ല, ഇത് 7ാമത്തെ പ്രസവമാണ്. ഇതിക്ക് മുമ്പുള്ള പ്രസവങ്ങളിലും 2 നവജാത ശിശുക്കൾ മരണപ്പെട്ടിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ആ യുവതി ഗർഭിണിയായിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജനന സമയത്തോ അതിനുശേഷമോ ഒന്നും ഈ യുവതിക്ക് വേണ്ട വൈദ്യസഹായം ഭർത്താവോ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ വീട്ടുകാരോ ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ യുവതി അത്രയും വയ്യാതെ അവശയായി കഴിഞ്ഞ ശേഷമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ. ഈ അക്യുപഞ്ചർ ചികിത്സ എന്നൊരു സംഭവം നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരു മതവിഭാഗത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കേരളത്തിലുടനീളം ഇത്തരത്തിൽ വീട്ടിലെ പ്രസവങ്ങൾ സാധാരണമായിരുന്നൊരു കാലഘട്ടമുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ ഇത്രയധികം മെച്ചപ്പെട്ടിട്ടില്ല, നമ്മുടെ റോഡ് കണക്ടിവിറ്റി ഇത്രയധികം മെച്ചപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദൂരമായ ദേശങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ, റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിലെ ഈ ടെറൈൻ അത്രയധികം ദുർഘടമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ പ്രസവത്തിനായിട്ട് യുവതികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക തടസ്സം, ഈ ഒരു പ്രശ്നമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വീട്ടിലെ പ്രസവങ്ങളൊക്കെ അന്ന് സാധാരണമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. കേരളത്തിൽ കണക്ടിവിറ്റി മെച്ചപ്പെട്ടു, ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു. അതിനോടനുബന്ധിച്ച് ശിശുമരണ നിരക്ക് കുറയ്ക്കാനും നമ്മുടെ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും അറിയാതെ ഒരു കൂട്ടരാണ് ഇപ്പോഴും ഈ വീട്ടുപ്രസവം എന്ന് പറയുന്ന സംഗതി കാലങ്ങളായി തുടർന്നു പോരുന്നത്. ഇത് കേവലം ശാസ്ത്രത്തോടുള്ള വിമുഖത മാത്രമല്ല, മറിച്ച് ചില മതമൗലികവാദികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് എടക്കഴിയൂരാണ്. എടക്കഴിയൂർ മുക്സിന എന്ന് പറയുന്ന 37 വയസ്സുകാരി, ഇവരുടെ ഭർത്താവാണ് ഇബ്രാഹിം. ഈ യുവതി ഈ 37 വയസ്സിനിടെ 7ഓളം പ്രസവങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 7ഓളം പ്രസവങ്ങളിൽ 2 കുട്ടികൾ മരണപ്പെട്ടു. ഏറ്റവും ഒടുവിലായി 7ാമത്തെ കുട്ടിയാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ യുവതി ജന്മം നൽകിയത്. ആ കുഞ്ഞ് പ്രസവം നടന്ന ഏകദേശം 6 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. യാതൊരു പ്രസവാനന്തര ശുശ്രൂഷയോ പ്രസവത്തിന് മുൻപോ ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ഭർത്തൃ വീട്ടുകാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് തന്നെ ഈ യുവതി അവശയായിരുന്നു. കാരണം 7ഓളം പ്രസവങ്ങൾ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ താങ്ങേണ്ടി വന്ന ഒരു യുവതിയാണ്. അങ്ങനെ 37-കാരിയായ മുസീന ഈ ഭർത്തൃ വീട്ടിൽ ദിവസം ചെല്ലും തോറും അവശയായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധ മൂർച്ഛിക്കുന്നു. ഈ മുതുകത്തെന്തോ ഒരു കുരു വന്നിട്ട് അതിൻ്റെ പാടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ അക്യുപങ്ചർ പോലുള്ള നാച്ചുറോപ്പതി ചികിത്സയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ യുവതിയുടെ അവസ്ഥ അനുദിനം ഗുരുതരമായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഭർത്താവിൻ്റെ കുടുംബം ഇവരെ ആശുപത്രിയിലേക്ക് മെച്ചപ്പെട്ട ചികിത്സയുടെ ഭാഗമായിട്ട് മാറ്റാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, യുവതിയെ വീണ്ടും വീണ്ടും ഈ പരമ്പരാഗത ചികിത്സാ മാർഗങ്ങൾ പിന്തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവർ മരണപ്പെടുമെന്നൊരവസ്ഥ എത്തിയപ്പോഴാണ് ഈ യുവതിയുടെ വീട്ടുകാർ, മുഹ്സിനയുടെ വീട്ടുകാരെത്തി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് യുവതിയെ തൃശ്ശൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ യുവതി മരണപ്പെടുന്നത്. എത്രയാണെന്ന് നോക്കുക, ഈ 37 വയസ്സിനിടെ 7ഓളം പ്രസവങ്ങൾ. അതിൽ തന്നെ ഈ വീട്ടിലെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടാത്ത കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രസവങ്ങളൊക്കെ സാധാരണമായിരുന്നു. അത്തരത്തിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ പുറത്തെ ഈ വയറ്റാട്ടി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇത്രയധികം ആരോഗ്യ സംവിധാനങ്ങൾ, കുട്ടികളെ ആശുപത്രിയിൽ ഈ മാതാവിൻ്റെയും ശിശുവിൻ്റെയും പരിചരണം കൃത്യമായും ആശുപത്രിയിലേക്ക് ആക്കണം എന്ന രീതിയിൽ തന്നെ സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശമുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ധാരാളം ക്യാമ്പയിനുകൾ. മാതൃശിശു മരണനിരക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മുടെ മലപ്പുറം ജില്ലയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ജില്ല. 2023-24 കാലഘട്ടത്തിൽ ഏകദേശം 423ഓളം വീട്ടുപ്രസവങ്ങളാണ് കേരളത്തിലുടനീളം നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 119ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ചില മതമൗലികവാദികളുടെ തെറ്റായ പ്രചരണങ്ങൾ ഈ ആളുകളെ ആശുപത്രിയിൽ നിന്ന് പിന്നോട്ടടിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഏതാനും നാളുകൾക്ക് മുൻപ് മലപ്പുറത്ത് സമാനമായ രീതിയിൽ വീട്ടുപ്രസവത്തെ തുടർന്നൊരു യുവതി മരിക്കാനിടയായ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു കാര്യം വളരെ വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചകളൊക്കെ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ചില മതമൗലികവാദികളുടെ പ്രസംഗം, അതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിരോധാഭാസമാണെന്ന് നോക്കണം. അതിൽ പറയുന്നത് ആന എന്ന് പറയുന്ന ജീവി ഈ ഒരു പ്രകൃതിയിൽ ഏറ്റവും അധികം പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ട ഒരു ജീവി ആനയാണ്.
പക്ഷേ ആന ആശുപത്രിയിൽ പോയാണോ പ്രസവിക്കുന്നത്, ആട് ആശുപത്രിയിൽ പോയാണോ പ്രസവിക്കുന്നത്, പട്ടി 6-7 കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്, ഇതാ ആശുപത്രിയിൽ പോയാണോ പ്രസവിക്കുന്നത്? അല്ല, മറിച്ച് ഇത് പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാകേണ്ടതാണെന്നൊക്കെയാണ് ഈ കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. കൂടാതെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതിന് അനുബന്ധിച്ച് ഈ സ്കാനിങ് പോലുള്ള മെച്ചപ്പെട്ട സേവനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെയും ഇകഴ്ത്തിക്കാട്ടാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നു എന്ന് പറയാതെ വയ്യ. നമ്മുടെ സ്കാനിങ് ചെയ്യുമ്പോൾ ഭ്രൂണം തകരാറിലാകും എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങളാണ് ഈ കൂട്ടർ പടച്ചുവിടുന്നത്. എന്നാൽ ഇവർക്കെതിരെ കാര്യമായ നിയമ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കൂട്ടരുടെ ധൈര്യം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏതാനും ചില സംഘടനകളും ഇത്തരത്തിലുള്ള വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അക്യുഷ് എന്ന് പറയുന്ന ഒരു സംഘടന, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ സൗഹൃദ വലയത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഇത്തരത്തിലൊരു വീട്ടുപ്രസവം, ഒരുപക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള താമസമോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ കൊണ്ടാണെങ്കിൽ പോലും വീട്ടിൽ പ്രസവം നടക്കുന്ന ഒരു യുവതിയെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ അവരെ ആദരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ മറ്റുള്ള സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെ സമൂഹത്തിൽ തന്നെ ഒരു തെറ്റായ ചിന്ത വളർത്തിക്കൊണ്ടുവരാൻ ഈ കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അത് കേവലം ഈ മത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഈ ആശുപത്രിയിലേക്കുള്ള സഞ്ചാരം ദുർഘടമായ പ്രദേശങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് തടയിടാൻ കേരളത്തിന് ഇന്ന് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ഒരു കുട്ടിയുടെയും മാതാവിൻ്റെയും ശിശു പരിചരണം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒന്നാണ്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ അബ്ഗാർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു പ്രൈമറി അസസ്മെൻ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് ഏകദേശം നമ്മുടെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ആക്സസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രസവാനന്തരം ആ യുവതിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മെച്ചപ്പെട്ട ചികിത്സ, ഈ പ്രസവത്തോടനുബന്ധിച്ച് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകും, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായിട്ട് ആക്സസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും ഈ ആരോഗ്യ സംവിധാനങ്ങൾ കൊണ്ട് തീരും. നമ്മുടെ ലോകത്തിൽ തന്നെ വികസിത രാജ്യങ്ങളിൽ 1 ലക്ഷം പേരെടുത്താൽ 1 ലക്ഷം പ്രസവങ്ങൾ സംഭവിക്കുമ്പോൾ ഏകദേശം 20-ൽ താഴെ മാത്രമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് 89%. 89% ആളുകളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഒരുപക്ഷെ വീട്ട് ചികിത്സയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആശുപത്രി സൗകര്യങ്ങളുടെ അഭാവമാണ്. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആശുപത്രി സംവിധാനങ്ങളൊക്കെ ലോകോത്തരമാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ശാസ്ത്ര അവബോധമില്ലാത്ത സ്യൂഡോ സയൻസ് പ്രവണതകൾ തീർച്ചയായിട്ടും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടരുതാത്തതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ ഉപഭോഗ വസ്തുക്കൾ മാത്രമല്ല, ഒരുപക്ഷെ 37 വയസ്സിൽ 7 കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടേണ്ടി വരുന്നൊരു മാതാവ്, അവരുടെ ദയനീയാവസ്ഥ, ഭർത്താവിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന മിഷൻ മാത്രമായിട്ട് ഈ ഭാര്യമാരെ കണക്കാക്കുന്ന ഒരു സമൂഹം, അവരെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. കൃത്യമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഹ്സിനയുടെ മരണത്തിനെ തുടർന്ന് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. നമ്മുടെ റൂറൽ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ ഓഫീസറും ചേർന്ന് 15 ദിവസത്തിനകം ഈ ഒരു സംഭവത്തിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, മുഹ്സിനമാർ ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ ഈ സ്ത്രീകൾ പെറ്റുകൂട്ടാനുള്ള ഉപകരണങ്ങൾ മാത്രമായിട്ട് കാണുന്ന ഒരു സമൂഹവും ഇല്ലാതാകട്ടെ.